ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളെല്ലാവരും കോടീശ്വരന്മാരായി എന്ന് കരുതുക. നിങ്ങളുടെ ഒരു ജീവചരിത്രം ഒരു പേജിൽ എഴുതൂ. വേഗം. ടിൻഡോ, നീ എന്താ ഫാൻസി ഡ്രസ്സിന് പോവുകയാണോ? എന്താടാ എഴുതാത്തത്? സോറി മാഷേ, ഒരു കോടീശ്വരനായ ഞാൻ ഇത്രയും ചെറിയ കാര്യത്തിലൊന്നും സമയം കളയാറില്ല. എന്റെ PA ഇപ്പൊ വരും, PA എഴുതി തരും. പോരെ? എടാ ഈ എന്നോട് തന്നെ വേണോടാ നിന്റെ അഭ്യാസം. ഊരി വെക്കടാ കണ്ണട. അവന്റെ ഒരു പത്രാസ്. എടാ, എന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് ഉറപ്പാ. അയ്യോ, എനിക്ക് വയ്യേ. ഈ സാറിനെ ഇന്ന് ചിരിപ്പിച്ച് കൊല്ലും. നീ എന്താടാ തമാശ പറയാണോ? അത് ശരി, സാറിന് തമാശ പറയാമെങ്കിൽ എനിക്കെന്താ പറഞ്ഞ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയുടെ പേരാണ് ഇനി പറയേണ്ടത്. ചിഞ്ചു പറയൂ. തത്ത. കൊള്ളാം, തത്ത നല്ല പക്ഷിയാണ്. ഇനി ദീപു പറയൂ. മയിൽ. വെരി ഗുഡ്. മയിൽ നല്ല ചന്തമുള്ള പക്ഷിയാണ്. ഇനി ടിൻഡു പറയൂ. ഏതാണ് നിനക്ക് ഇഷ്ടമുള്ള പക്ഷി? ചില്ലി ചിക്കൻ. നല്ല ടേസ്റ്റ് ഉള്ള പക്ഷിയാ സാറേ. എടാ കുരുത്തം കെട്ടവനെ, ഇറങ്ങി പോടാ എന്റെ ക്ലാസ്സിൽ നിന്ന്. ചുമ്മാ തമാശ പറയല്ലേ സാറേ, എനിക്ക് ഇനിയും ചിരിക്കാൻ വയ്യ. തമാശ അല്ലടാ കുരുത്തം കെട്ടവനെ. എടാ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ ഇറങ്ങണ ക്ലാസ്സിൽ നിന്ന്. ഇറങ്ങടാ. ഷടാ, ഇയാൾ ഇത്രയും കടന്ന് പ്രവർത്തിക്കുന്ന ആരറിഞ്ഞു? ഏതായാലും ഒരു ലീവ് കിട്ടി. എന്താ മോനെ സ്കൂൾ ടൈമിൽ വെയിലത്ത് നടന്നു വരുന്നത്? ഒന്നും പറയണ്ട ചേട്ടാ, മാഷ് എന്നെ ക്ലാസ്സിന്ന് പറഞ്ഞു വിട്ടു. ചേട്ടൻ അറിയോ, വെയിലത്ത് നടന്ന് എന്റെ തല ചുറ്റിയിട്ട് വയ്യ. നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നോടാ മാഷ് ഇങ്ങനെ ചെയ്തത്. അത് ശരി, അത്രയ്ക്കായോ? മോൻ വാ, അയാളോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ദൈവമേ, കുഴഞ്ഞോ? വേണ്ട ചേട്ടാ, സാരില്ല. ആ മാഷിനോട് ദൈവം ചോദിച്ചോളൂ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ കഴിയാതിരുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്താൽ ചോദിക്കാതെ വിടരുത്. മോൻ വാ. മാഷേ, എന്ത് പണിയാ മാഷേ ഈ കാണിച്ചത്? കുട്ടികളോട് ഇങ്ങനെ അക്രമം കാണിക്കരുത്. മോശം, വളരെ മോശം. ക്ലാസ്സിക്കാര് വന്ന് പോക്രിത്തരം പറയരുത്. പോക്രിത്തരം കാട്ടിയത് താനല്ലോടോ മാഷേ. സംസാരിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ കഴിയാതിരുന്ന ഇവനെ മാഷ് പൊരി വെയിലത്ത് ഇറക്കി വിട്ടില്ലേ? സുഖമില്ലാത്ത കുട്ടികളോട് കരുണ കാണിക്കണം മാഷേ, കരുണ. എടാ ടിൻഡു, നിനക്ക് എന്നാടാ ഈ സൂക്കേടൊക്കെ തുടങ്ങിയത്? അതൊക്കെ ഉണ്ടായിരുന്നു, 1 വയസ്സായപ്പോ മാറി. കൊള്ളാലോ പരിപാടി. എനിക്കും വലുതായ ഇതുപോലെ ഒരു പെയിന്റ് അടിക്കാരനാവണം. ചന്ദ്രൻ ചേട്ടൻ എന്തെടുക്കുക? മണ്ണപ്പം ചുട്ട് കളിക്കുക. ആഹാ, ഞാൻ കരുതി കുഴി എണ്ണി കളിക്കാന്ന്. കണ്ടാൽ അറിഞ്ഞൂടെ പെയിന്റ് അടിക്കുകയാണെന്ന്? അതെ, ചേട്ടൻ പെയിന്റ് അടിക്കാരനാണെന്ന് കരുതി ഇത്രയും അഹങ്കാരം പാടില്ല കേട്ടോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചേട്ടാ, എനിക്കും വലുതായ ഒരു നല്ല പെയിന്റ് അടിക്കാരനാവാനാ ഇഷ്ടം. എന്നെ പഠിപ്പിച്ചു തരാമോ? എന്നിട്ട് വേണം നിന്റെ അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. കുഴപ്പമാവൂടാ. ഒരു കുഴപ്പം വരില്ല. അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാനും കേൾക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. അല്ലെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ചേട്ടാ? ശരി, എന്നാ നീയും കൂടിക്കോ. എടാ ടിൻഡു, ആദ്യം പുട്ടി അടിക്കണം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി. അതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒറ്റ ഇരിപ്പിന് 2 കുറ്റി പുട്ടുവരെ വെള്ളം കൂട്ടാതെ തട്ടുന്നവനാ ഞാൻ. എടാ കാന്താരി, പുട്ടടിക്കുന്ന കാര്യമല്ല, പുട്ടി അടിക്കുന്ന കാര്യമാ പറഞ്ഞത്. ചുമരിന് പുട്ടി അടിക്കണം. അതെന്തിനാ ചേട്ടാ ചുമരിന് പുട്ടി? എടാ, എന്നാലേ ചുമരിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവൂ. അതെ, പുട്ടി അടിക്കാനൊന്നും എനിക്ക് വയ്യ. പുട്ടി അടിക്കാരനാവാനല്ല, പെയിന്റ് അടിക്കാരനാവാനാ ഞാൻ വന്നത്. നിന്നെ ഈ പണിക്ക് കൊള്ളില്ല, വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ പറയരുത് ചേട്ടാ, പ്ലീസ്. ചേട്ടൻ കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ലു വരെ കൊണ്ടുപോകാനാ ഞാൻ കാരണം നിനക്ക് തല്ലുകൊണ്ടോ? അതെങ്ങനെ? സത്യമാ, ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് എന്തുകൊണ്ടായെന്ന്. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണെന്ന് ദീപു പറഞ്ഞു. അവന് വെരി ഗുഡ് കിട്ടി. ഞാൻ ശരി ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് തല്ലും കിട്ടി. നീ എന്താ ഉത്തരം പറഞ്ഞത്? പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ഞാൻ സത്യമായിട്ടും ശരി ഉത്തരാ പറഞ്ഞത്. എന്നിട്ടും ആ മാലതി ടീച്ചറിന്റെ ചന്തിക്കിട്ട് തല്ലി. നീ ഉത്തരം പറയൂ, കേൾക്കട്ടെ. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ചന്ദ്രൻ പെയിന്റിന്റെ പണിക്ക് പോകുന്നത് കൊണ്ടാണെന്നാ ഞാൻ ഉത്തരം പറഞ്ഞത്. ബോറടിച്ച് ചാകുന്ന ലോകത്തെ ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഈ ബോറടി മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യാ?
യെസ്, കിട്ടിപ്പോയി. തൽക്കാലം ബോറടി മാറ്റാൻ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ആലോചിക്കാം എന്തു ചെയ്യണമെന്ന്. കഴിക്കാൻ ദോശ, പുട്ട്, ഇഡ്ഡലി, അപ്പം. സാറിനെന്താ വേണ്ടത്? എനിക്ക് കഴിക്കാൻ ദോശ മതി, പിന്നെ സാമ്പാറും ചമ്മന്തി. പിന്നെ ഒരു കാര്യം, ദോശ നന്നായി മൊരിഞ്ഞിരിക്കണം, ഡാൽഡ പാടില്ല, ഒറിജിനൽ പശു നെയ്യ് തന്നെ ഒഴിക്കണം, പിന്നെ നല്ല ചൂടുണ്ടാവണം. പിന്നെ സാമ്പാറിന്റെ കാര്യം, എനിക്ക് വഴുതനയും വെണ്ടയ്ക്കും ഇഷ്ടമല്ല, പകരം മുരിങ്ങക്കായും ക്യാരറ്റും മതി. മുരിങ്ങക്കായ 3 സെന്റിമീറ്റർ നീളത്തിലുള്ള 3 മതി. ക്യാരറ്റ് 2 സെന്റിമീറ്റർ നീളേ പാടുള്ളൂ. പരിപ്പ് നന്നായി വെന്തിരിക്കണം, കായം കുറച്ച് മതി. പിന്നെ ചമ്മന്തി ആണെങ്കിൽ നല്ല ഇളയ തേങ്ങയുടേതാവണം. ഉപ്പ് പാകത്തിനേ പാടുള്ളൂ കേട്ടോ, എരിവ് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. ദോശ, സാമ്പാർ, ചമ്മന്തി. എടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും താൻ കേട്ടില്ലേ? അതുപോലെ ഒരു സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും വിളിച്ചു പറ. മോനെ, ഈ പറഞ്ഞ പോലുള്ള സാമ്പാർ ഉണ്ടാക്കാൻ 5 രൂപ അധികമാവും. അതെന്തിനാടോ 5 രൂപ അധികം? അതെ, ഈ 3 സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായും 2 സെന്റിമീറ്റർ ഉള്ള ക്യാരറ്റും ഒക്കെ മുറിക്കണമെങ്കിലേ ഒരു സ്കെയിൽ കൂടി വാങ്ങേണ്ടി വരും. അതിനാ 5 രൂപ. സ്കെയില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, ഇനി പറഞ്ഞ പോലെയുള്ള സാമ്പാറും ദോശയും കൊണ്ടുപോവാ. സാറിന് എന്താ വേണ്ടത്? ബീഫ് ബിരിയാണി. ഓക്കെ സാർ. അല്ല, ഞമ്മക്ക് ഈ മുരിങ്ങക്കായും സാമ്പാറും ഒന്നും ശരിയാവൂലെന്ന്. ഞമ്മക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ച് വലിച്ച് പറിച്ച് തിന്നണോ? ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? മിണ്ടാണ്ട് കുത്തിരിയടാ. ഇനി പറ മോൻ, എന്താ പറയാൻ വന്നേ? ഇക്കാന്റെ ബിരിയാണിയില് ഒരു ഈച്ചയുണ്ടെന്നാ പറയാൻ വന്നത്. അല്ലാ, എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഛർദിച്ചാലോ? അല്ലോ വേണ്ട, ഛർദിച്ചാൽ 50 ഉറുപ്പ്യ വെറുതെ പോവും. ഇക്ക ടെൻഷൻ അടിക്കണ്ട, ഒരു ഈച്ചയല്ലേ ഇക്ക തിന്നുള്ളൂ. ഒന്നുകൂടെ ദാ ഈ പ്ലേറ്റിലുണ്ട്. എവിടെ പോയി ബേറ്റർ? ഓന്റെ മയ്യത്തുനിന്ന് നമ്മൾ എടുക്കൂ. ഈച്ചാൻ ഇട്ടിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്റെ ഇക്ക, പ്ലേറ്റിൽ ഒരു പോത്ത് ചത്ത് കിടന്നേ ഇക്ക തിന്നു. അതിന്റെ അടുത്തൊരു ഈച്ച ചത്ത് കിടക്കുന്നത് എന്താ ഇത്ര കുഴപ്പം? പോത്തിന്റെ പുറത്ത് ഈച്ച ഉണ്ടാവില്ലേ? എടാ ടിൻഡു, നീ എന്താടാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? നിനക്ക് ഈ പത്രം ഒന്നെടുത്ത് വായിച്ചൂടെ? വൈകിട്ട് വായിക്കാം. എങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വാഴ നനയ്ക്ക്. വൈകിട്ട് നനയ്ക്കാച്ചാ. എന്നാ പിന്നെ നിന്റെ പുസ്തകങ്ങളൊന്ന് അടുക്കി വെക്ക്. അത് വൈകുന്നേരം ചെയ്യാച്ചാ. അതെന്താടാ എല്ലാ ജോലിയും വൈകുന്നേരത്തേക്ക് വെക്കുന്നത്? എല്ലാം കൂടെ നീ എങ്ങനെ ചെയ്യാനാ? അത് ശരിയാണല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം നാളെ രാവിലെ ചെയ്യാം. ഇങ്ങനെ ഒരു മടിയനെയാണല്ലോ എനിക്ക് മകനായി കിട്ടിയത്. എടാ, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എങ്കിൽ ഈ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്ക് വേഗം. അയ്യേ, തൂത്തുവാരാനോ? ഞാനോ? അയ്യേ, ഞാനൊരാണല്ലേ അച്ഛാ. എടാ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിലം തൂത്തുവാരി എന്ന് വെച്ച് നിനക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഞാൻ ചെയ്യാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാ അച്ഛനും അനുസരിക്കണം. പറ. ഞാൻ നിലം തൂത്തുവാരുമ്പോഴേക്കും അച്ഛൻ തൊഴുത്തിലെ ചാണകെല്ലാം വാരി കൊട്ടയിൽ നിറച്ച് തെങ്ങിനിടണം. അയ്യേ, ചാണകോ? എന്താ ഒരു കയ്യേ? അതെ, ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടച്ചാ. 10 കൊട്ട ചാണകം വാരിയെന്ന് വെച്ച് അച്ഛനൊന്നും സംഭവിക്കില്ല. അതെ, നീ കൂടുതൽ ആളാവല്ലേ. എടാ, ഒഴിവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ശീലിച്ചാൽ അത്രയും ലാഭം. നീ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ശരി അച്ഛാ, ഞാനൊരു ജോലിക്ക് പോവാ. എന്ത് ജോലിയാ നീ കണ്ടുവച്ചത്? ബസ് സ്റ്റാൻഡില് സായാഹ്ന പത്രം വിൽക്കുന്ന ജോലി. എങ്ങനെയുണ്ടച്ചാ? കൊള്ളാം. നാളെ മുതൽ തുടങ്ങിക്കോ നിന്റെ ജോലി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. 6 പേർ ബസ്സിൽ വഞ്ചിതരായി. 6 പേർ നിർത്തിയിട്ട ബസ്സിൽ വഞ്ചിതരായി. 6 പേർ വഞ്ചിതരായോ? ഒന്ന് വാങ്ങിക്കളയാം. മോനെ, ഒരു പേപ്പർ എനിക്കിതാ. ഇതില് നീ പറഞ്ഞ വാർത്ത ഇല്ലല്ലോടാ. ആളെ പറ്റിക്കാൻ ഇറങ്ങിയതാണല്ലേ. എന്റെ കാശ് താടായക്കാ.
ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. നിർത്തിയിട്ട ബസ്സിൽ ഒരാൾ കൂടെ വഞ്ചിതനായി. 7 പേർ വഞ്ചിതരായി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. Digimon rocks. D&D rocks. A Digimon rocks. A D&D rocks. ഇന്നലെ എന്റെ മാമന്റെ വീട്ടിലൊന്ന് പോയി. മാമനെ, ഗൾഫ് സുമേഷ്, എന്തായിരുന്നു സൽക്കാരം? എന്തൊക്കെ ഉണ്ടായിരുന്നു? ദാ കേട്ടോ, കടായി ബിരിയാണി, ചിക്കൻ ടിക്ക, കാട സൂപ്പ്, മട്ടൻ ലിവർ, ബീഫ് ഉലർത്തിയത്. ആ ബീഫിന്റെ ഒരു രുചി വിരല് കടിച്ചു പോവും. ബീഫ് ഒരു പ്രത്യേക രീതിയിലാ വെച്ചത്. കുരുമുളകൊക്കെ ഇട്ട് നല്ല കച്ചകച്ചകച്ചാന്ന്. ഒന്ന് നിർത്തടാ, അല്ലെങ്കിൽ തന്നെ വിശക്കുന്നു. അതിനിടയിലാ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഇതുപോലത്തെ ബീഫ് ഉണ്ടാക്കി തരാൻ. എന്റെ അമ്മയോട് പറഞ്ഞു നോക്കാം. അച്ഛാ, നമുക്ക് കുറച്ച് ബീഫ് മേടിക്കാം. എന്ത് പറയുന്നു? മിണ്ടാതിരി. കഴിഞ്ഞ ആഴ്ചയിലല്ലേ ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങിയത്. എന്തായാലും പോത്തിറച്ച് വീട്ടിൽ കാറ്റുന്ന പ്രശ്നമില്ല. അച്ഛാ, ഒടുക്കത്തെ ടേസ്റ്റ് അതിന്. കുരുമുളകൊക്കെ ഇട്ട് കച്ചകച്ചകച്ചാന്ന് വെക്കണം. കൊതിപ്പിക്കുന്നോടാ. നടക്കടാ. അച്ഛാ, അച്ഛാ, ഉച്ചക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കാതെ ഒരു രസമില്ല. എന്താ മേടിച്ച് കളയാം. 1/2 കിലോ. 1/2 കിലോ മുരിങ്ങാക്കായ കടിച്ചു വലിക്കാൻ ബെസ്റ്റാ. ഞാൻ മേടിച്ചടാ 1 കിലോ ബീഫ്. ഇന്നുച്ചക്ക് അടിപൊളി. ഭാഗ്യവാൻ. ടോണി, നീ ഒരു സഹായം ചെയ്യോ? നീ നിന്റെ അടുക്കളയുടെ ജനൽ ഒന്ന് തുറന്നിടുവോ? എന്തിനാടാ? എടാ, ബീഫിന്റെ മണെങ്കിലും അടിക്കൂലോ. അതും ആസ്വദിച്ച് ചോറ് കഴിക്കാന്ന് കരുതിയ. കിലോക്ക് 110 രൂപയാ. അതിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സുഖമായി കഴിച്ചു, താങ്ക്സ്. അതൊക്കെ ശരി, നീ കാശിട. മണത്തിന് കാശ് ചോദിക്കുന്നു, സാമദ്രോഹി. 1 മിനിറ്റ്. ഇതെന്താ? ഇത് സമ്പാദ്യപ്പെട്ടിയാ. ഫുൾ കോയിൻസാ. 500 രൂപെങ്കിലും കാണും. ശരി ശരി, വേഗം കാശിട. 1 നിമിഷം. ശബ്ദം കേട്ടോ? കേട്ടു. കേട്ടല്ലോ? മണത്തിന് ഈ ശബ്ദം തന്നെ ധാരാളം. Digimon